ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അരി സെറ്റാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 10-20 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. അതവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കഴുകിയെടുക്കാം. കുറച്ച് കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോവും. പിന്നെ അടുത്തത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം എടുക്കാം. ഇനി അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അരി ഒരു 3/4 വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. അടപ്പിനുള്ളിൽ ഓട്ട ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വേവ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണിത്. ബീൻസും ക്യാരറ്റും കിഴങ്ങും കോളിഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടായ ശേഷം അതിലേക്ക് നെയ്യും 1-2 പച്ചമുളകും ഇട്ട് മൂപ്പിച്ചെടുക്കാം. മുളകൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സോയാബീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസിലെല്ലാം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ കുറച്ച് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു വലിയ പാനിലേക്ക് മാറ്റുകയാണ്. കാരണം നമുക്ക് ചോറ് തട്ടിയിടണമെങ്കിൽ കുറച്ച് വലിയ പാൻ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അരി വെന്ത് കുഴഞ്ഞു പോവും. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അടച്ചു വെക്കുക. തീ ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. സൈഡായിട്ട് തൈര് സലാഡും പപ്പടവും അച്ചാറും മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈ ഗൈസ്.